അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് ഉമ്മമാർ ദുആ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് എപ്പോഴും എഴുതി അറിയിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ പറയുന്നത് അത്തായ സമയത്ത്, അതായത് നമ്മൾ തഹജ്ജുദിൻ്റെ ഒരു സമയത്ത് എണീക്കുമല്ലോ. തഹജ്ജുദിൻ്റെ ഒരു 4 മണി 3:30 ഒക്കെ ആവുന്ന സമയത്ത് എണീറ്റ് ആ ഒരു സമയത്തായാലും അതുപോലെ തന്നെ സുബഹിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടായാലും അത്തായത്തിൻ്റെ മുന്നെയോ അത്തായം കഴിഞ്ഞിട്ടോ ഒക്കെ ഓതാൻ പറ്റുന്നൊരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സൂറത്ത് എന്തൊരാവശ്യം നിങ്ങളെ മനസ്സിൽ വെച്ച് ചൊല്ലിയാൽ, അതായത് എന്തെങ്കിലുമൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങൾ. അങ്ങനെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെച്ച് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടും. ഇന്നത്തെ രാത്രി ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതായത് ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്തഹ്. സൂറത്തുൽ ഫത്തഹിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയുന്നവരായിരിക്കും. ഒരുപാട് പേര് നിയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ്. എന്തൊരാവശ്യത്തിനോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനോ ഒക്കെ നിയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ അത്താഴത്തിൻ്റെ ഒരു സമയത്തായിട്ട് ഓതുക. ഒന്നുകിൽ ഒരൊറ്റ തവണയാണ് നിങ്ങൾക്ക് ഇത് ഓതാൻ കഴിയുന്നത് എങ്കിൽ ഒരൊറ്റ തവണ ഓതിയാൽ മതി. അല്ല, ഒരു 3 എണ്ണം ഞാൻ മനസ്സിൽ ഓതാൻ വേണ്ടി ഞാൻ നിയ്യത്താക്കുന്നു. അങ്ങനെ നിയ്യത്താക്കിയിട്ട് ഒരു 3 എണ്ണം ഓതുക. അത് ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. നമുക്ക് പലർക്കും പല വിധത്തിലുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്ന് നേടിയെടുക്കണം, അങ്ങനെയൊക്കെയുള്ള നിരവധി പലവിധ തരത്തിലുള്ള ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരിക്കും പലർക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങൾ, ഇനി ഇടങ്ങേറുകളോ പ്രയാസം തീരാനോ അങ്ങനെയൊക്കെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് സൂറത്തുൽ ഫത്തഹ് ഇന്ന് അത്താഴത്തിൻ്റെ ഒരു സമയത്തായിട്ട് ഒരു തവണയോ അല്ലെങ്കിൽ 3 തവണയോ ആയിട്ട് നിയ്യത്താക്കിയിട്ട് ഓതുക. അല്ല, നിങ്ങൾ 5 തവണ 7 തവണ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം, ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും അത് ഓതേണ്ടത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. ഓരോ ദിക്റായാലും സ്വലാത്തായാലും ഖുർആനിലെ ആയത്തുകളൊക്കെ ആയാലും ഓതുമ്പോൾ സംസാരിക്കാണ്ട് നിങ്ങൾ ഓതി തീർക്കുക. വുളുവോട് കൂടിയിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം നജസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വുളു എടുത്ത് വന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്ന് ഔദു ബിസ്മി ഓതിയിട്ട്, അള്ളാഹിൻ്റെ കലാമാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ ഓതുന്നത്, എൻ്റെ മനസ്സിലുള്ള എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യവും അള്ളാഹു എനിക്ക് നിറവേറ്റി തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഓതുക. ഇൻഷാ അള്ളാഹ് ഒരൊറ്റ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ റമളാൻ മാസം, പുണ്യമാക്കപ്പെട്ട റമളാൻ മാസം 10ാമത്തെ നോമ്പ് കഴിഞ്ഞു അല്ലേ? നാളെ ഇൻഷാ അള്ളാഹ് 11ാം നോമ്പാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് നോൽക്കാൻ പോകുന്നത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാറില്ല നിങ്ങളോട്, ബദരീങ്ങളെ ആണ്ടങ്ങോട്ട് വന്നാൽ ഇത്ര പെട്ടെന്നാണ് അറിയുക, റമളാൻ മാസം നമ്മിൽ നിന്നും വിടവാങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അമല് ചെയ്യുക. ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞില്ലേ, തഹജ്ജുദിൻ്റെ സമയം സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ നിയ്യത്താക്കി ഓതിക്കോളി. മനസ്സിലുള്ള എന്തൊരു കാര്യവും റാഹത്തിലാക്കി തരും. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. അത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ഓതുന്നത് എങ്കിൽ കേട്ടോ. അപ്പോൾ മനസ്സുള്ള സ്ത്രീകളുണ്ടാവും, അവർ സ്വലാത്തുൽ ഫാത്തിഹില്ലേ, സ്വലാത്തുൽ ഫാത്തിഹ ഒരു സമയത്ത് നിങ്ങളും നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം, 33 ആണെങ്കിൽ 33, അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് ഒരു 11 സ്വലാത്താണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ഒരു 11 സ്വലാത്ത്. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ
സൂറത്തുൽ ഫത്തഹ് ഉണ്ടല്ലോ, അതിപ്പോൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലട്ടോ. അങ്ങനെയൊക്കെ ചെല്ലാം. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഓതിയാൽ മതി. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നിയ്യത്താക്കുക, ഇൻഷാ അല്ലാഹ് ഞാൻ ഇതേപോലെ ഞാൻ ഓതും, എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടാൻ ഇതേപോലെ ഞാനും ഓതി നോക്കും, അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഓതി നോക്കുക. അപ്പം ഖുർആൻ എടുക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, സ്വലാത്തുൽ ഫാത്തിഹ് നിയ്യത്താക്കിയിട്ട് ഓതുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഹ്ലിഖ് വൽ ഖാത്തിമ ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി എക്ക ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അലീം എന്നിങ്ങനെ 11 തവണയോ അല്ലെ 33 തവണയോ ഇതും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ അടുത്തുണ്ട്, അവരോട് ഇങ്ങനെ സംസാരിക്കും ചെയ്യുന്നുണ്ട്, ഈ സ്വലാത്തും ചെല്ലുന്നുണ്ട്, ആ ഒരു രീതിയിലല്ല. അതിനായിട്ടൊരു സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ ആരോടും മിണ്ടാതെ സംസാരിക്കാതെ നമ്മൾ നിസ്കരിക്കുന്നത്, ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ദിക്റായാലും സലാത്തായാലും ഒക്കെ ചെല്ലാൻ. ഇനിയിപ്പോൾ നാളത്തെ പകലിലും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് മാത്രമല്ല, നിസ്കരിക്കാൻ പറ്റാത്തവർ ഒരുപാട് സ്വലാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്ത് ദിക്റുകൾ, ഹസ്ബുനല്ലാഹു വനിമൽ വക്കീൽ എന്ന ദിക്റ്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളമായിട്ട് ചൊല്ലുക. എത്രത്തോളമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ആ ഒരെണ്ണം നിങ്ങളെപ്പോഴും ചൊല്ലുക. നിസ്കരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, ആ ഒരു സമയത്തൊക്കെ നമുക്ക് ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ ഒരുപാട് നമുക്ക് ചൊല്ലാം. ആയത്തുൽ കുർസിയും നിങ്ങൾക്ക് ചൊല്ലാം. ആയത്തുൽ കുർസി നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാം. ഖുർആനിലെ നിങ്ങളിപ്പം ഒരു ദിക്റാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ല, ഒരു ദിക്റാണ് എന്ന് മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക. ഖുർആനിലെ ആയത്താണ് എന്നല്ലാതെ ഞാനൊരു ദിക്റാണ് എന്നങ്ങനെ ഉണ്ടല്ലോ, ദിക്റ് ചൊല്ലുകയാണെന്നുള്ള രീതിയിൽ കൂടിയിട്ട് നമുക്ക് ആയത്തുൽ കുർസി ചൊല്ലാം എന്നൊന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ തഹജ്ജുദിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് സുബഹിൻ്റെ ഒക്കെ ശേഷമായിട്ട് ഒരു 3 തവണ ആയത്തുൽ കുർസി ഓതുക. അതുപോലെ തന്നെ ആ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് ഒരു 3 തവണ ആയത്തുൽ കുർസി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറ് ബലാല് മുസീബത്തൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ തടയാൻ പറ്റുന്നതാണ് ഈ ആയത്തുൽ കുർസി. അതുകൊണ്ട് രാവിലെ ഒരു 3 വൈകിട്ട് ഒരു 3 ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അകറ്റാനും അതുപോലെ തന്നെ കണ്ണേറ്, മൂക്കേറ്, ഓരോ മുസീബത്ത്, പിന്നെന്താ സിഹിർ, അതിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകും ആയത്തുൽ കുർസി പതിവാക്കിയാൽ. ഇനിയിപ്പോൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷമായിട്ട് സുബഹിൻ്റെ ശേഷം ഒരു തവണ ഓതുക, അതുപോലെ ളുഹറിൻ്റെ ശേഷം ഒരു തവണ ഓതുക, അസറിൻ്റെ ശേഷം ഒരു തവണ ഓതുക, ഇശാഇൻ്റെ ശേഷം ഒരു തവണ ഓതുക, മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ ഓരോ തവണ വീതം ഓതിപ്പോന്നാൽ മതി. ഒരുപാട് കാവലുണ്ടാവും എന്നാണ്, നമുക്ക് ഒരുപാട് കാവൽ നൽകും. അതുകൊണ്ട് ഇനിയിപ്പോൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സമയത്തൊക്കെ ആയിട്ട് ആയത്തുൽ കുർസി നമ്മൾ ഓതി ഇറങ്ങിയാൽ 70,000 മലക്കുകളെ കാവലുണ്ടാവും നമുക്ക് എന്നാണ്. 70,000 മലക്കുകളെ കാവൽ നമുക്കുണ്ടാവുമെന്നാണ്. അതുകൊണ്ട് ഭയങ്കര ഫലമുള്ളൊരു കാര്യമാണ് ഈ ആയത്തുൽ കുർസി. അതുകൊണ്ട് അതും ജീവിതത്തിൽ പകർത്താൻ നോക്കുക. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറഞ്ഞത് അത്തായ സമയത്ത് സൂറത്തുൽ ഫത്തഹ് ഓതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം മനസ്സിൽ നിയ്യത്താക്കിയിട്ട് മനസ്സിലെ വിഷമം നീങ്ങാനും ആഗ്രഹം നിറവേറാനും ഒക്കെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ഓതുക. നിസ്കരിക്കാൻ പറ്റാത്തവർ സ്വലാത്തുൽ ഫാത്തിഹ് നിയ്യത്താക്കിയിട്ട് ചൊല്ലുക, നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ചൊല്ലുക. അതുപോലെ തന്നെ ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ധാരാളമായിട്ട് ചൊല്ലുക. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്റ് പറഞ്ഞു തരുമെന്ന്. ഞാൻ പറഞ്ഞതാണ്, തഹജ്ജുദിൻ്റെ ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ 1000 തവണ ചൊല്ലി തീർക്കുക. 1000 തവണ തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്റാണത്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ ദിക്റ് ചൊല്ലിയാൽ. നമുക്ക് നമ്മുടെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാത്തിനും പരിഹാരമാണ് ആ ദിക്റ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക. ഇൻഷാ അല്ലാഹ് അതും അല്ലാഹു നമുക്ക് ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഇന്നൊരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഒരു സഹോദരി അയച്ചതാണ്.
ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ ഞാൻ 2-3 ദിവസം മുന്നേ ആയിട്ട് നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യത്തിന് നിയ്യത്താക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള അങ്ങനെ അൽഹംദുലില്ലാ അവർ ചൊല്ലിയിട്ട് അവർക്ക് അവർ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്ന് കിട്ടിയിത്ത എന്ന് അൽഹംദുലില്ലാ വോയിസിലൂടെ ആയിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേരങ്ങനെ ഓരോ കാര്യം ഓരോ ദിക്ർ ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടന്നിത്ത, എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർന്ന് കിട്ടി, അങ്ങനെ ഒരുപാട് പേര് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതൊക്കെ അവരത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ച് ചൊല്ലിയിട്ടാണ് അള്ളാഹു അവർക്ക് അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കുന്നത്. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഫസ്റ്റിലെ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താ? വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസമില്ലാതെ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല, അതിനൊന്നും ഫലം കിട്ടുകയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതൊക്കെ ചെയ്യാനും ചൊല്ലാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 11 തവണയാണ് കേട്ടോ ചൊല്ലിയത്. അതുപോലെ തന്നെ നമുക്ക് സുബ്ഹാനല്ലാഹ് 11, അൽഹംദുലില്ലാ 11, അല്ലാഹു അക്ബർ 11 ചൊല്ലാം. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ 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 അല്ലാഹു അക്ബർ. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം
لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഇനി നമുക്ക് 3 തവണ ആയത്തുൽ കുർസി ഓതട്ടോ. നമ്മുടെ എല്ലാ ഷെറുകൾ, മുസീബത്തുകൾ, ബലാൽ എല്ലാം അള്ളാഹു തടസ്സം, ആ ഒരു പ്രയാസം നമ്മിൽ നിന്ന് മാറ്റാൻ, ആ ഇടങ്ങേറ്, നമ്മുടെ ഓരോ കാര്യത്തിനുള്ള ഒരുപാട് ഇടങ്ങേറുകൾ ഉണ്ടാവുമല്ലോ, ഓരോ പ്രയാസങ്ങൾ, ഓരോ തടസ്സങ്ങൾ, അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള വലാ യഹൂദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള വലാ യഹൂദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർള വലാ യഹൂദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളൊക്കെ നീ സ്വീകരിക്കല്ലാ. ഇനി നമുക്ക് 11 തവണ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാം. അള്ളാഹു പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് എത്തിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അതിലെന്തെങ്കിലും വന്നുപോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹ് പുണ്യ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാ. മാനസികമായിട്ടുള്ള വിഷമമുള്ളവരുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട്. റബ്ബേ, എല്ലാം നീ ഹൈറിലാക്കണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മനസ്സിന് സമാധാനമുള്ള ജീവിതം തരണേ അല്ലാ. റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലാ. കടങ്ങളൊക്കെ വീട്ടാൻ നീ ഒരു വഴി, ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്കൊക്കെ നീ കാണിച്ചു കൊണ്ട് റഹ്മാനായ റബ്ബേ. പലവിധ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർ റഹ്മാനെ. കുടുംബപരമായിട്ടുള്ള വിഷമവും പ്രയാസവുമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ. അവരെയൊക്കെ പ്രയാസം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്ക്. അവരെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ആക്കി കൊടുക്കണേ അല്ലാ. മനസ്സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായി മുത്ത് റസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ. ഞങ്ങളെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. ഖബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാനെ. ഖബറിനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബർ വിശാലത നൽകല്ല റഹ്മാനെ. അവരെന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ദുആ നീ സ്വീകരിക്കല്ല റഹ്മാനെ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ പ്രയാസം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനിലെ സൂറത്തുകൾ നിയ്യത്താക്കിയിട്ട് പലവിധ പ്രയാസത്തിനും നിയ്യത്താക്കി ഓതുന്നവരാണ് റഹ്മാനെ. എല്ലാം നീ റാഹത്തിലാക്കി തരണേ. ഞങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.